എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. താൻ പറഞ്ഞു തൻ്റെ ഭവനത്തിൽ അത് വന്നു, താൻ പറഞ്ഞു തന്റെ ഭവനത്തിൽ അത് കയറി. ഇന്ന് രാത്രി പറയുക, പ്രാപിക്കുക. നീ പരാജയപ്പെട്ടവനല്ല, നീ തിരിച്ചു പിടിക്കുന്നവനാണ്. നീ കണ്ണതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോകുന്നവനല്ല, സകലത്തെ തിരിച്ചു പിടിക്കുവാൻ ബലമുള്ളവനാണ്, തിരിച്ചു പിടിക്കുവാൻ അഭിഷേകമുള്ളവനാണ്, സകലത്തെ തിരിച്ചു പിടിക്കുവാൻ കപ്പാസിറ്റി ഉള്ളവനാണ്. അടയ്ക്കപ്പെട്ട ചില കല്ലറകൾ തുറക്കപ്പെടും, അടയ്ക്കപ്പെട്ട കാരാഗൃഹത്തിൽ നിന്ന് സ്വാതന്ത്ര്യങ്ങൾ വെളിപ്പെടും. അവൻ പിശാച് നിന്നെ അകത്തളങ്ങളിലിട്ട് പൂട്ടിയ മണ്ഡലങ്ങളിൽ നിന്ന് ആരാധിക്കുന്നവന് വേണ്ടി സ്വർഗം പ്രവർത്തിക്കും. നഷ്ടപ്പെട്ടു പോയതിനെ നീ തിരിച്ചു പിടിക്കാൻ പോവാ, തിരിച്ചു പിടിക്കാൻ പോവാ. ശത്രു അപഹരിച്ചു കൊണ്ടുപോയ സന്തോഷം, ശത്രു അപഹരിച്ചു കൊണ്ടുപോയ ആനന്ദം, ശത്രു ഇല്ലാതാക്കി കളഞ്ഞ ദൈവിക നന്മകളെ, ആമേൻ ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നീ ചിലതിനെ തിരിച്ചു പിടിക്കാൻ ഹല്ലേലൂയ. സോ അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ നമ്മൾ അല്പസമയം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കും ദൈവവചനം. ആമേൻ. വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ അത് വിശ്വസിച്ച് അത് എൻ്റെ ജീവിതത്തിൽ വിടുതലാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നവർക്ക് അത് ജയമായി അത്ഭുതമായി പരിണമിക്കും. ആമേൻ. ബൈബിൾ പറയുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു. എല്ലാം പറഞ്ഞ് ആദിയിൽ വചനമുണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞ് ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദി കൊണ്ട് വചനമായതല്ല, ആദിയിൽ വചനമുണ്ടായിരുന്നു. സോ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആരംഭത്തിൽ വചനമുണ്ടായിരുന്നു. വചനത്തിലാണ് ആരംഭമുണ്ടായത്. ആമേൻ. ആരംഭമുണ്ടായത് കൊണ്ട് വചനമല്ല, വചനമുണ്ടായോ അവിടെ ആരംഭമുണ്ടായി. അതിൻ്റെ അർത്ഥം ഇന്ന് രാത്രി വചനമുണ്ടോ ചില ആരംഭങ്ങളുണ്ട്. ഏതൊക്കെ മേഖല ക്രോസ് റോഡിൽ എന്ത് ചെയ്യണമെന്ന് മുന്നോട്ട് സ്റ്റെപ്പ് എടുക്കുവാൻ കഴിയാതെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആരുടെയും ജീവിതത്തിൽ പുതിയ ആരംഭങ്ങളെ നൽകുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. പുതിയ തുടക്കങ്ങൾ നൽകുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. അനുജയ്ക്ക് മാറാം, കാണുന്ന സാഹചര്യങ്ങൾ മാറാം, പക്ഷെ ദൈവത്തിൻ്റെ വചനം മാറത്തില്ല. ഈ വചനത്തെ നമ്മെ മാറ്റാൻ കഴിയും, വചനത്തിന് നമ്മെ വിടിയിപ്പാൻ കഴിയും. ഇന്ന് രാത്രിയിൽ അടുത്ത ചില നിമിഷങ്ങൾ നമ്മൾ വളരെ ചുരുക്ക നേരമാണ് ദൈവവചനത്തിൽ ധ്യാനിക്കുന്നത്. അടുത്ത ചില നിമിഷങ്ങളിൽ ഈ ദൈവവചനവുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വചനത്തിൻ്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. കണക്ട് ചെയ്യുക, ഇതുമായി കണക്റ്റഡ് ആകുക, വളരെ പ്രതീക്ഷയോടെ ഇരിക്കുക. ആമേൻ. ഒരു വിടുതൽ നടന്നിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം, അത്ഭുതങ്ങൾ കണ്ടിട്ട് ദൈവത്തെ ആരാധിക്കാം എന്നൊരു പ്രവണതയൊക്കെ മാറ്റി ആരാധനയാണ് എൻ്റെ ജീവിതം. ആരാധന പുരുഷനുമായി കണക്റ്റഡ് ആയിരിക്കുന്നവന് ഒരു കാര്യം അറിയാം, ഞാൻ ആരാധനയ്ക്ക് യോഗ്യനെ, സ്തുതിക്ക് യോഗ്യനുമായവനെ ഞാൻ കണക്റ്റഡ് ആയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ ആരാധിക്കുകയാണ്. ഒരു പാട്ടുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നമുക്ക് ആരാധിപ്പാൻ കാരണമേ വേണ്ട. അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ആരാധിക്കാൻ എന്ത് കാരണമാ ഉള്ളത് എന്ന് പറഞ്ഞേ. ഒരു കുഴപ്പമില്ലാതെ മീറ്റിംഗ് ഒരു പ്രശ്നമില്ലാതിരിക്കുന്നവൻ ആരാധിക്കാൻ പറ്റുന്നില്ല. അതും സുവിശേഷ നിമിത്തം പ്രസംഗിച്ചത് മുഖാന്തരം, ക്രിസ്തുവിനെ പ്രസംഗിച്ചത് മുഖാന്തരം കൈകാലം ആമത്തിലിട്ട് ബന്ധിക്കപ്പെട്ട് കാരാഗൃഹത്തിനകത്തിരിക്കുകയാണ്. ആരാധിക്കാൻ എന്താ വ്യവസ്ഥ, അല്ലെങ്കിൽ എന്താ ഒരു കാരണം അവിടെ ഉള്ളത്? സുവിശേഷം ആരാധനയ്ക്ക് യോഗ്യനായവനെ പ്രസംഗിച്ചപ്പോൾ ആരാധനയെ ബന്ധിക്കുന്ന രീതിയിൽ കാരാഗൃഹത്തിനകത്ത് അടക്കിക്കെട്ടപ്പൻ അവൻ ഈ കൈ ആമത്തിലിരിക്കുമ്പോഴും കർത്താവിനെ ആരാധിപ്പാൻ തുടങ്ങി. ഒരു ചോദ്യം, പൗലോസേ, അഗബോസിനെ പോലത്തെ ഏതെങ്കിലും പ്രവാചകൻ നിന്റെ അടുത്ത് വന്ന് അരുളപ്പാട് പറഞ്ഞു, ചില നിമിഷങ്ങൾ നീ ആരാധിച്ചു പ്രശ്നത്തിന് മധ്യത്തിൽ? അപ്പോൾ കാരാഗൃഹത്തിന്റെ വാതിൽ തുറക്കും. പൗലോസ് പറയും, ഇല്ല. പിന്നെ എന്നാത്തിനാ പോയി ആരാധിച്ചേ? ദൈവം വെളിപ്പാട് നൽകിയോ? കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. അദ്ദേഹം പറയും, ഇല്ല. പിന്നെ എന്തിനാ ദൈവത്തെ ആരാധിച്ചത്? ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ഒരു ചലനമുണ്ടായി എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടോ? ഏതെങ്കിലും കുറച്ചു നേരം കഴിയുമ്പോൾ ജയിലർ രക്ഷിക്കപ്പെടും എന്നുള്ള ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ദൈവിക ആലോചന നിങ്ങൾക്ക് മുമ്പ് ലഭിച്ചിട്ടുണ്ടോ? ആമേൻ. അദ്ദേഹം പറയും, ഇല്ല. പിന്നെ എന്തിനാ ആരാധിച്ചേ? പൗലോസിന്റെ മറുപടി, ചുമ്മാ ആരാധിച്ചത്. ആമേൻ. അതാ ഞാൻ പറഞ്ഞ, ആരാധിപ്പാൻ നമുക്ക് കാരണം വേണ്ട. ഒരു വിടുതൽ നടക്കുമെന്ന് പറഞ്ഞ് ആരാധിച്ചതല്ല, നടക്കാൻ വേണ്ടി ആരാധിച്ചതല്ല, ചുമ്മാതെ ആരാധിച്ചു. അടുത്തിരിക്കുന്നവരോട് നോക്കി പറ, ചുമ്മാ ആരാധിക്കുക. അത്രേ ഉള്ളൂ. ചുമ്മാതെ ആരാധിക്കുക. ചുമ്മാ നിങ്ങൾ ആരാധിക്കുമ്പോൾ ചുമ്മാ അടിസ്ഥാനങ്ങളെ അവൻ കുലുക്കും.
അവൻ അടയ്ക്കപ്പെട്ട ചില കല്ലറകൾ തുറക്കപ്പെടും. അടയ്ക്കപ്പെട്ട കാരാഗൃഹത്തിൽ നിന്ന് സ്വാതന്ത്ര്യങ്ങൾ വെളിപ്പെടും. അവൻ പിശാച് നിന്നെ അകത്തളങ്ങളിലിട്ട് പൂട്ടിയ മണ്ഡലങ്ങളിൽ നിന്ന് ആരാധിക്കുന്നവന് വേണ്ടി സ്വർഗം പ്രവർത്തിക്കും. അത്ഭുതം നടക്കാൻ വേണ്ടി ആരാധിച്ചതല്ല, ആരാധിച്ചപ്പോൾ അത്ഭുതത്തിന്റെ നായകൻ അവിടെ ഇറങ്ങുവാനിടയായി. ഇന്ന് രാത്രി ഹല്ലേലൂയ, അവനൊരു വിടുതൽ നടന്നിട്ട്, അത്ഭുതം നടന്നിട്ട്, ജയം ഉണ്ടായിട്ട് ആരാധിക്കുകയല്ല, ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുകയാണ്, ഞാൻ അവനെ മഹത്വപ്പെടുത്തുകയാണ്. കമോൺ, കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആയതിനാൽ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അവസാന പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ബൈബിൾ, ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ അത് ഇന്നും കണ്ടു, ഇന്നലെയും കണ്ടു, ഇന്നും കാണും, നാളെയും കാണും. കാരണം വചനം മാറത്തില്ല. ബൈബിൾ പറഞ്ഞിരിക്കുന്നു, അവൻ വചനം അയച്ചു നമ്മെ വിടുവിക്കുന്നവനാണ്. വചനം അയക്കപ്പെട്ടാൽ വിടുതൽ ഉറപ്പാണ്. ആമേൻ. അതാണ് യെശയ്യാപ്രവചനം 55:11 പറയുന്നത്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് അങ്ങനെ തന്നെ ആയിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല, അത് ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കും. ഇന്ന് രാത്രി ഇതിനകത്തൊരു 50 പേര് ഇരിപ്പുണ്ടെങ്കിൽ 50 പേർക്കും അനുകൂലമായി വചനം അയച്ചിട്ടുണ്ടെങ്കിൽ അത് അയച്ച കാര്യം സാധിപ്പിക്കും. അയച്ച കാര്യം ആമേൻ. ഇന്ന് രാത്രി നീ പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷെ അയച്ച കാര്യം സാധിക്കും. അയച്ച കാര്യങ്ങൾ നടക്കും. അയച്ച കാര്യങ്ങൾ ആമേൻ. അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ളവൻ വചനം അയച്ചിട്ടുണ്ടോ, അത് നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ മിനിസ്ട്രിയിൽ, നിന്റെ ദേശത്ത് അത് നന്മയായി തീരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എടുക്കാം 1 ശമൂവേൽ 30-ാം അധ്യായം 18-ാമത്തെ വാക്യമാണ്. അല്പസമയം ധ്യാനിപ്പാൻ കർത്താവ് എന്നെ ഈ വചനത്തിൽ നിന്നാണ് കർത്താവ് എന്നെ നിർബന്ധിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം നമ്മെ ജീവിപ്പിക്കും. ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. 1 ശമൂവേൽ 30-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ്. അമാലേക്യർ അപഹരിച്ച് കൊണ്ടുപോയതൊക്കെയും ദാവീദ് വീണ്ടും കൊണ്ടുപോകും. പറഞ്ഞില്ല. ആമേൻ. അയ്യോ, ദാവീദല്ലേ വീണ്ടും കൊണ്ട്, ഞാൻ എന്നാ? ആമേൻ. അടുത്തിരിക്കുന്നവരോട് നോക്കി പറ, റെഡി ആയിക്കൊള്ളാൻ പറഞ്ഞു. വീട്ടിൽ പോകാനല്ല. ആമേൻ. അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും ദാവീദ് വീണ്ടും കൊണ്ടു. ഓ ആമേൻ. ഇനി ഒന്ന് അടുത്തിരിക്കുന്ന നോക്കി ചിരിച്ചോണ്ട് പറയണം, വീണ്ടെടുക്കാൻ തയ്യാറായിക്കോ. ഐ ആം റെഡി. ആമേൻ. ഐ ആം റെഡി ടു റിക്കവർ. വീണ്ടെടുക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. ഇന്നത്തെ മെസ്സേജിന്റെ തലക്കെട്ട് ഇതാണ്, ഡിസ്കവർ ടു റിക്കവർ. ഇവയെ തിരിച്ചെടുക്കാൻ, തിരിച്ചു പിടിക്കാൻ നീ കണ്ടെത്തണം. എന്ത് കണ്ടെത്തണം? സാധാരണ നമ്മൾ മാനുഷികമായിട്ട് ഒരു നാച്ചുറൽ ലോ, സ്വാഭാവികമായിട്ട് എന്തെങ്കിലും നമ്മൾ വരുന്ന വഴിക്ക് ഒരു മൊബൈൽ ഫോൺ നഷ്ടമായെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്നെങ്കിൽ, അത് എവിടെയൊക്കെ പോയി, ഏത് വഴിയൊക്കെയാണ് വന്നേ, ഏത് കടയിലാണ് പോയി സാധനം വാങ്ങി, അവിടെ വല്ലതും വെച്ചോ, മറന്നു വെച്ചോ, ബാങ്കിൽ പോയോ, ഇവിടെ വെച്ചോ, ഇത് വെച്ചോ, എവിടെ പോയോ, എവിടെ നഷ്ടപ്പെടുത്തിയോ അങ്ങ് പോകാൻ പറയും അല്ലേ? ഇതല്ലേ ന്യായമായിട്ടുള്ള കാര്യം. പക്ഷെ വേദപുസ്തക അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുന്നത് നഷ്ടപ്പെട്ട സ്ഥലത്തല്ല, നീ ആരെന്ന് നീ കണ്ടെത്തണം തിരിച്ചു പിടിക്കാൻ. Discover who you are to recover what the devil have stolen from you. പിശാച് നിന്നിൽ നിന്ന് അപഹരിച്ചതിനെ തിരിച്ചു പിടിക്കാൻ നീ ക്രിസ്തുവിൽ ആരെന്ന് കണ്ടെത്തണം. കരം തട്ടി കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ, 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 ആമേൻ. ഞാൻ ഇന്ന ആളുടെ മോനെന്ന് കണ്ടെത്താനല്ല, ഇന്ന വ്യക്തിയുടെ മോനെന്ന് അറിയാനല്ല, നിന്റെ അപ്പൻ ആരെന്ന് നീ കണ്ടെത്തണം. നീ അപ്പൻ ആരെന്ന് നീ കണ്ടെത്തുമ്പോൾ നീ അപ്പനിൽ നീ ആരെന്ന് നീ കണ്ടെത്തുകയാണ്. നിന്റെ അപ്പനാരെന്ന് നീ കണ്ടെത്തുമ്പോൾ നിന്റെ അപ്പനിൽ നീ ആരെന്ന് കണ്ടെത്തുന്നു. നിന്റെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിൽ വ്യാപരിപ്പാനിടയാകും. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കട്ടെ. നിന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ കർത്താവ് തുറക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും, എല്ലാവരും പറഞ്ഞേ ഒക്കെയും, അത് മുഴുവനും, ഒന്നോ രണ്ടോ, ശകലവും അല്ല, സകലവും, സകലവും. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു,
അടുത്ത ഒരു പക്ഷേ ഒരു 30 മിനിറ്റ് ആയിരിക്കും നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്നത്. ഈ 30 മിനിറ്റിനകത്ത് 30 മിനിറ്റിനകത്ത് ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ 30 × 60 ഇത്രയും സെക്കൻഡുകൾക്കകത്ത് നഷ്ടപ്പെട്ടു പോയതിനെ നീ തിരിച്ചു പിടിക്കാൻ പോവാ. ശത്രു അപഹരിച്ചു കൊണ്ടുപോയ സന്തോഷം, ശത്രു അപഹരിച്ചു കൊണ്ടുപോയ ആനന്ദം, ശത്രു ഇല്ലാതാക്കി കളഞ്ഞ ദൈവിക നന്മകളെ ആമേൻ ആമേൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നീ ചിലതിനെ തിരിച്ചു പിടിക്കാൻ തലമുറകളുടെ നന്മയ്ക്ക് വിരോധമായി ശത്രു മറഞ്ഞിരുന്ന് പോരാടിയ മേഖലകളിൽ ആത്മനിറവിൽ അഭിഷേകമുള്ള ചിലത് ഇറങ്ങിച്ചത് തിരിച്ചു പിടിക്കാൻ. സ്തോത്രം. ഇന്ന് ഞാനിത് പറയുന്നത് ആരോഗ്യം കണക്ട് ആകുന്നുണ്ട്, ആത്മാവിൽ കണക്ട് ആകുന്നുണ്ട്. നിനക്കുള്ളതിനെ, നിന്റെ തലമുറയ്ക്കുള്ളതിനെ, നിന്റെ കുടുംബത്തിന് ദൈവം നൽകിയതിനെ ശത്രു അപഹരിച്ചെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കാൻ ക്രിസ്തുവിൽ നീ ആരെന്ന് കണ്ടെത്തിക്കോ, പിടിച്ചോ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചെറുവിന് മേൽ ആ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. ആ സൗകര്യം പിടിച്ചോ. തീ ഇറങ്ങുന്നു. അഭിഷേകത്തിന്റെ ശക്തി തൊടുക. അത്ഭുതം. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ചില പാടുവരകൾക്കകത്ത് നീ ഇറങ്ങിച്ചെന്ന് ചിലതിനെ പിടിച്ചെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ബുദ്ധിക്ക് എത്താൻ പറ്റാത്തത്, നിന്റെ കഴിവിന് എത്താൻ പറ്റാത്തത്, നിന്റെ പ്രാഗൽഭ്യം നിന്നെ പരാജയപ്പെടുത്തിയത്, നിന്റെ അനുഭവം നിന്നെ ഒറ്റപ്പെടുത്തിയ മേഖലയിൽ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി. ആ ശക്തി ഏതാ? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്നിൽ വാസം ചെയ്യുന്നുവെങ്കിൽ, നിന്നിൽ വാസം ചെയ്യുന്ന തന്റെ ആത്മാവിനാൽ ഒരു ജീവൻ വ്യാപരിക്കുന്നു. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ജനം പ്രതികരിച്ച് ആ പുനരുത്ഥാനത്തിന്റെ ശക്തി, പുനരുത്ഥാനത്തെ ലക്ഷ്യമാക്കി നടക്കുന്ന ജീവിതമല്ല, പുനരുത്ഥാനത്തിൽ ജീവിക്കുന്ന ജീവിതമാണ്. ആമേൻ. റിസറക്ഷൻ നോക്കി നടക്കുകയല്ല, ആ പുനരുത്ഥാനത്തിൽ നമ്മൾ വാഴുകയാണ്. ആർക്കൊക്കെ പ്രതികരിക്കുന്നു, ആരൊക്കെ വചനമായി കണക്റ്റഡ് ആകുന്നു, ആരുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നഷ്ടങ്ങളുടെ പട്ടിക പറഞ്ഞ് വിലപിച്ച ചില വ്യക്തികളെ അതിനെ കർത്താവ് റിക്കവർ, റിസ്റ്റോറേഷൻ പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. ഹദബാല ഘടകജനക ധുബസ്മരാദിനിയ ഭരവസിയ റീബ ഹടക ഝനകസിയ. ഹല്ലേലൂയ. സീസൺ മാറുക, അതിന്റെ കാലഘട്ടം മാറുകയാണ്. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞ് ഇല്ലാത്തതിനെ ചിലതിനെ വിളിച്ചു വരുത്തി, ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചതിനെ പറഞ്ഞില്ലാതാക്കി. ഹല്ലേലൂയ. ദൈവം നിന്റെ ഹൃദയത്തിനകത്ത് നിക്ഷേപിച്ചതിനെ അവിശ്വാസത്താൽ അത് പട്ടുപോകുവാനിടയായി. ഇന്ന് രാത്രി ആത്മനിറവിൽ ഹല്ലേലൂയ ശത്രു അപഹരിച്ചു കൊണ്ടുപോയതൊക്കെ, ഞാൻ ഈ പറഞ്ഞത് അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും ഇതിനകത്ത് ആശീർവാദം പറയുന്നതിന് മുമ്പ് ഇതിനകത്ത് ആത്മനിറവിൽ നീ പിടിച്ചെടുക്കാൻ തയ്യാറാവുമെങ്കിൽ, വചനമായി നീ പ്രതികരിക്കാൻ തയ്യാറാകുമെങ്കിൽ, 1 മാസം കഴിഞ്ഞോ 1 വർഷം കഴിഞ്ഞോ അടുത്ത ഗ്രാമത്തിൽ ഉണർവിൽ അല്ല, നീ വിശ്വസിക്കുന്ന മാത്രയിൽ അത് ജയമായി, നീതിയായി, അത്ഭുതമായി നിന്റെ മേൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. സീസൺ മാറുന്നു. സഭാപ്രസംഗി 3:1 മുതൽ 8 വരെയുള്ള ഭാഗം നോക്കുമ്പോൾ സൂര്യന് കീഴിലുള്ള എല്ലാത്തിനും ഒരു കാലം ഉണ്ടെന്ന്. ഒരു ദിവസം ഇരുന്ന് ആ ഭാഗം വായിക്കായിരുന്നു. ഉയരാനൊരു കാലം, താഴുവാനൊരു കാലം, കടം വാങ്ങാനൊരു കാലം, കടം കൊടുക്കാനൊരു കാലം, സൗഖ്യമാകാനൊരു കാലം, രോഗിയാകാനൊരു കാലം. ഞാനിതെല്ലാം വായിച്ചു. എല്ലാത്തിനും കാലമുണ്ടല്ലേ? കർത്താവ് പറഞ്ഞു, അതെ എല്ലാത്തിനും കാലമുണ്ട്, പക്ഷെ സൂര്യന് കീഴിലുള്ളവർക്ക് നിനക്കല്ല. നിങ്ങൾ കേട്ടില്ല? ഇറ്റ് ഈസ് ഓൺലി ഫോർ ദ പീപ്പിൾ ഹു ആർ ലിവിംഗ് അണ്ടർ ദ സൺ. സൂര്യന് കീഴിലാണോ നീ താമസിക്കുന്നത്? വചനത്തിനകത്താ നീ. സൂര്യന് കീഴിലല്ല, വചനത്തിനകത്താ നീ. സൂര്യന് കീഴിലുള്ള സകലത്തിനും കാലമുണ്ട്, പക്ഷെ നിനക്ക് കാലമില്ല. നിനക്കെല്ലാം നല്ല കാലം, നീ വാഴുന്ന കാലം, നീ ജയത്തിൽ നടക്കുന്ന കാലം,
നീ രാജകീയ വാഴ്ച നടത്തുന്ന കാലം. ആമേൻ. എന്ന് പറഞ്ഞാൽ ഞാൻ കാലങ്ങളെ ആശ്രയിച്ച് ഈ മഴ ഉണ്ടെങ്കിൽ മീറ്റിംഗില്ല. പണ്ടൊക്കെ അങ്ങനെയായിരുന്നില്ലേ? ഈ മാങ്ങ കായ്ക്കാൻ ഒരു കാലം പോലെ. സത്യത്തിൽ ഞാൻ ഈ ഞങ്ങളുടെ ആഫ്രിക്കയിൽ പോയപ്പോഴാണ് മനസ്സിലായത് ഒന്നിനും ഒരു കാലമില്ല അവിടെ. ഇവിടേക്കാണെങ്കിൽ മാമ്പഴത്തിൻ്റെ ഒരു കാലമുണ്ട്. ആ സമയത്തെ മാവിൻ്റെ മേളിൽ ഇങ്ങനെ നോക്കാൻ പറ്റും. ഷൈൻ ബ്രദറിനൊക്കെ അറിയാം. ആഫ്രിക്കയിൽ അദ്ദേഹം ശുശ്രൂഷിക്കാനായി കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പോകാറുണ്ട്. അവിടെ മാങ്ങയ്ക്ക് കാലമില്ല, പാഷൻ ഫ്രൂട്ടിൻ്റെ കാലമില്ല, അവക്കാഡോയ്ക്ക് കാലമില്ല, കപ്പ നമ്മുടെ മരിച്ചിനി കാലമില്ല. ഇവിടെ കാണാത്ത വാഴകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ പഴങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ ഏത്തമ്പഴമൊക്കെ അതിൻ്റെ സൈസിൽ നമ്മുടെ കയ്യിൽ ഇത്ര വരും, ഇത്ര വലുതാണ്. ഇതിനൊന്നും കാലമില്ല. 366 ദിവസം ഫ്രിഡ്ജ് വെച്ചെടുക്കുന്ന പരിപാടി എവിടെയെങ്കിലും ഉറയിലിട്ട് ചൂടാക്കി പഠിപ്പിച്ചെടുക്കുന്ന പരിപാടിയല്ല. 366 ദിവസവും ഈ എല്ലാ ഫലമുണ്ട്, ഒരു കാലവുമില്ല. സ്തോത്രം. എന്ന് പറഞ്ഞ പോലെ ഒരു കാലത്തിൽ ഇവിടെ നല്ല കാലമുണ്ട്, മഴക്കാലമാണെങ്കിൽ മീറ്റിംഗ് ഇല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടമല്ല. സകലത് എൻ്റെ കാലമെന്ന് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്ന് പറഞ്ഞാൽ കാലങ്ങളിൽ ഞാൻ ആശ്രയിച്ചല്ല, എന്നെ ആശ്രയിച്ചായിരിക്കണം കാലഘട്ടം. എന്നെ ആശ്രയിച്ചായിരിക്കണം. അമ്മേ, ഇന്ന് രാത്രിയിൽ ഇത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സീസണെ മാറ്റാൻ ഒരു അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കുന്നു. ഇത് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് വചനത്തിന് ആമേൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ജയമായി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. സകലതും വീണ്ടെടുത്തു. വേദപുസ്തകത്തിൽ യോവേൽ പ്രവചന പുസ്തകം 2-25 വാക്യം എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഭാഗമാണ്. പുഴുവും തുള്ളനും തുരന്നു മോഷ്ടിച്ച സംവത്സരങ്ങളെ ഞാൻ ഇരട്ടിയായി പകരം നൽകുന്ന ദൈവം. പുഴുവിനും തുള്ളനും തുരന്നു മോഷ്ടിക്കാൻ വർഷങ്ങളെടുത്തു, സംവത്സരങ്ങൾ. അതാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. പുഴുവും തുള്ളനും തുരന്നു മോഷ്ടിച്ച സംവത്സരങ്ങൾക്ക് പകരമായി സംവത്സരങ്ങൾ, വർഷങ്ങളെടുത്തു നശിപ്പിക്കാൻ. കർത്താവ് പറയാ, തിരിച്ചു തരാൻ ഇത്ര നേരമുള്ളൂ. അയ്യോ, വർഷങ്ങളെടുത്ത് ശത്രു അപഹരിച്ചതിനെ തിരിച്ച് നിന്റെ കയ്യിൽ തരാൻ വിശ്വസിക്കാൻ ധൈര്യമുണ്ടോ? വിത്തിൻ്റെ വിങ് ഓഫ് ആൻ ഐ. ഞൊടിപ്പൊഴുതിൽ നിന്റെ ഭവനത്തിലേക്കത്, ഞൊടിപ്പൊഴുതിൽ നിന്റെ ജീവിതത്തിലേക്കത്, ഞൊടിപ്പൊഴുതിൽ നിന്റെ ശുശ്രൂഷയിലേക്കത്, ഞൊടിപ്പൊഴുതിൽ അത് ഇന്ന് രാത്രിയിൽ ഈ വചനത്തിന് നീ പ്രതികരിക്കുമ്പോൾ തന്നെ ആമേൻ, നിന്റെ ജീവിതത്തിൽ അത് നന്മയായി വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. ആമേൻ. ബൈബിൾ പറഞ്ഞിരിക്കുകയാണ്, ഞൊടിപ്പൊഴുതിൽ മടക്കി തരും. എനിക്ക് യോബിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. യോബിൻ്റെ ഭാഗമൊക്കെ ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഞാനത് പഠിക്കാൻ തുടങ്ങി. ഈ മനുഷ്യനൊരു സംഭവമാണ്. യോബ് ഒരു ഭാഗത്ത് പുള്ളിക്കാരൻ പേടിച്ചത് തന്നെ എനിക്ക് ഭവിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഇദ്ദേഹം പേടിയുടെ ഇടയിലും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കരമാണ്. ഓരോ കാറ്റടിക്കുമ്പോൾ ഒന്നാമത്തെ കാറ്റ് വന്ന് കൽദേർ വന്ന് എനിക്കുള്ള പാടവും എല്ലാം നഷ്ടപ്പെടുത്തി. അടുത്ത കാറ്റടിച്ചു, ആടുമാടുകൾ പോയി, ദാസിദാസന്മാർ പോയി, മക്കൾ പോയി, എല്ലാം നഷ്ടം മാത്രം ഇരുന്നിട്ട് പിശാച് വന്നിട്ട് യോബിനോട് പറയാ, ഐ ഹാവ് ടേക്കൺ എവരിതിങ് ഫ്രം യു ജോബ്. നിന്നിൽ നിന്ന് ഞാൻ സകലതും അപഹരിച്ചു. ഈ പുള്ളിക്കാരൻ അങ്ങോട്ട് മാറി നിന്നിപ്പോൾ ഒരു ഓട് കഷ്ണം എടുത്ത് തന്നെ ചിരണ്ടി കരഞ്ഞിയോ, എല്ലാം പോയി സാത്താനെ താങ്ക് യു ഒരിക്കലും ഓർപ്പിച്ചതെന്ന് പറഞ്ഞ് ഇരുന്ന് കരഞ്ഞില്ല. പിശാച് സത്യത്തിൽ അയ്യോ ഇവനിപ്പോൾ 5 മിനിറ്റ് അവിടെ ഇരുന്ന് മോങ്ങും, ഇത് കേട്ട് ഞാൻ സ്വോത്രം ചെയ്യും എന്നാണ് പിശാച് വിചാരിച്ചത്. ഈ പുള്ളിക്കാരൻ മാറി നിന്നിട്ട് ഒരൊറ്റ ചെറിയ ഐ ഹാവ് ടേക്കൺ എവരിതിങ് ഫ്രം യു, ഞാൻ നിന്നിൽ നിന്ന് സകലതും എടുത്തു. യോബിൻ സാത്താനെ നോക്കി മറുപടി, നോ, എല്ലാം എടുത്തുന്ന ആരാ പറഞ്ഞത്? മൈ എവരിതിങ് ഈസ് മൈ ഗാഡ്. എൻ്റെ എല്ലാം എന്ന് പറയുന്നത് എൻ്റെ ദൈവം. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ പറയുന്നത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്ന്. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, തനിക്കുള്ളതെല്ലാം എല്ലാം 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 നഷ്ടപ്പെട്ടപ്പോഴും ഈ തല ഉയർത്തി ഈ മനുഷ്യൻ പറയുന്നൊരു വാക്കാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. താൻ പറഞ്ഞു തൻ്റെ ഭവനത്തിൽ അത് വന്നു, താൻ പറഞ്ഞു തൻ്റെ ഭവനത്തിൽ അത് കയറി. ഇന്ന് രാത്രി പറയുക, പ്രാപിക്കുക. വിശ്വാസത്തിൽ നീ പറയുക. കമാൺ, വായികൾ തുറന്ന് പറഞ്ഞേ. ഞാൻ വിശ്വാസമുണ്ടോ? ഉണ്ട്, പക്ഷെ വിശ്വാസമുണ്ട് പറയില്ല. ഇതാ നമ്മുടെ കുഴപ്പം. എനിക്ക്
വളരെ ബേസിക്കായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം എല്ലാവരും കാണാറിയെന്നുള്ള ഭാഗമാണ്. 12 വർഷക്കാലമാണ് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സഹോദരി പറ്റി. 12 വർഷമായി രക്തസ്രവമുള്ളവളായി തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ച് ഒട്ടും ഭേദം വരാതെ വൈദ്യന്മാരായി കഷ്ടപ്പെട്ട ഒരു സഹോദരി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യമാകുമെന്ന് ഞാൻ പറഞ്ഞു. ആകുമെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും അങ്ങനെ എഴുതിയിട്ടുണ്ടോ നോക്കിയേ? ഇല്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം പ്രസംഗം നിർത്തും. അങ്ങനത്തെ ഒരു വാക്കില്ല. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം, നിങ്ങൾക്ക് സംശയം വരണ്ട. മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ബൈബിൾ പറഞ്ഞിരിക്കുന്നു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന്. ബൈബിൾ എന്താ വന്നിരിക്കുന്നത്? പറഞ്ഞു. എല്ലാവരും ബൈബിളിൽ പറഞ്ഞെന്നാണോ എഴുതിയിരിക്കുന്നത്? അടുത്തിരിക്കുന്നുള്ള നോക്കി പറയും, ഇല്ലാത്ത പറയില്ല. പറഞ്ഞോ? പറഞ്ഞു. ഹലോ, നമ്മളൊരു ആ ടൂണിലങ്ങ് പറഞ്ഞു പോണതാ. 12 വർഷക്കാലമായി തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നവൾ യേശുവിൻ്റെ വസ്ത്രത്വങ്ങൾ തൊട്ടാൽ സൗഖ്യമാകുമെന്ന് വിശ്വസിച്ചു. നോ, പറഞ്ഞു. അവൾ പറഞ്ഞു, പ്രാപിച്ചു. Come on, hallelujah. നീ പറയുക, പ്രാപിക്കുക. നീ പറഞ്ഞാൽ പ്രാപിക്കും. നീ പറഞ്ഞാൽ നീ അതിൽ കയറും. നീ പറഞ്ഞാൽ കയറും. യോബിന് നഷ്ടമുണ്ടായി, യോബിന് വേദനയുണ്ടായി. പക്ഷെ ഈ മനുഷ്യൻ പറഞ്ഞത് യോബ് എന്നല്ല, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നുണ്ട്, എന്റെ വീണ്ടെടുത്തവൻ ജീവിക്കുന്നുണ്ട്, സകലത്തെ മടക്കി തരുവാൻ കഴിവുള്ളവൻ ജീവിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നത് വായ് കൊണ്ട് പറയും, അതുകൊണ്ട് വായ് കൊണ്ട് പറയുന്നത് കണ്ണുകൊണ്ട് കാണും. ഇതാണ് നമ്മുടെ കുഴപ്പം. കണ്ണുകൊണ്ട് എന്തെല്ലാം കാണുമോ അത് വായ് കൊണ്ട് പറയും, അതുകൊണ്ട് വായ് കൊണ്ട് എന്തൊക്കെ പറയുമോ അത് തന്നെ കണ്ണുകൊണ്ട് കാണുകയാണ്. ഇന്നലെയും നാളെയും ഇന്നും എന്നും ഇത് തന്നെയാണ്. ഇസ്രായേൽ ജനം ഗോലിയാത്തിന് മുമ്പാകെ നിന്നപ്പോൾ ഗോലിയാത്ത് പറഞ്ഞു, ഞാനാണ് ഗോലിയാത്ത്. രാവിലെ 9 മുതൽ 6 മണി വരെ ഗോലിയാത്ത് പറയും, ഞാനാണ് ഗോലിയാത്ത്. വൈകിട്ട് 6 മുതൽ പിറ്റേന്ന് രാവിലെ 9 മണി വരെ ഇസ്രായേൽ ജനം വീട്ടിൽ പോയിരുന്നു പറയും, അവനാണ് ഗോലിയാത്ത്. കൂടെ ഉണ്ടോ? രാവിലെ 9 തൊട്ട് വൈകിട്ട് 6 വരെ പറയും, ഇവൻ പറയുക ഞാനാണ് ഗോലിയാത്ത്. 9.75 അടി പൊക്കമുണ്ട്. വൈകുന്നേരം 6 മുതൽ പിറ്റേന്ന് രാവിലെ 7 മണി വരെ ഇസ്രായേൽ ജനം വീട്ടിൽ പോയി പറയും, അവനാണ് ഗോലിയാത്ത്, അവന് 9.5 അടി പൊക്കമുണ്ടെന്ന്. പറഞ്ഞു 9 അടി പൊക്കത്തെ 29 അടി പൊക്കമാക്കി, 30 അടി പൊക്കമാക്കി, 945 അടി പൊക്കമാക്കി 40ാമത്തെ ദിവസമായപ്പോൾ. എന്നാൽ 40ാമത്തെ ദിവസം ഒരു 4.5 അടി പൊക്കമുള്ള കൊച്ചേർക്ക് വന്നിട്ട് ഇങ്ങനെ പറയുക, നീയാണോടെ ഗോലിയാത്തെന്ന്. എൻ്റെ കൂടെ ഇല്ല. ഹല്ലേലൂയ. ഇവൻ പറഞ്ഞത് മുഴുവനും വീട്ടിൽ പോയി പറഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ താൻ വീട്ടിൽ പറയുവാൻ പഠിച്ചതിനെ തൻ്റെ അടുത്തോടെ പുറത്തു വന്ന് പറയുക, ഇവനാണോടാ ഗോലിയാത്തത്. 975 അടി പൊക്കത്തിൽ നിന്ന് ഗോലിയാത്ത് ഒറ്റ വാക്കുകൊണ്ട് 9 ഇഞ്ചായി ചെറുതായി. വിശ്വസിക്കാൻ തയ്യാറാണോ? പറയാൻ നീ തയ്യാറാണോ? എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. പറയുക, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, എന്റെ ഉടമസ്ഥൻ ജീവിക്കുന്നു, എന്നെ വിളിച്ച് വേർതിരിച്ചവൻ ജീവിക്കുന്നു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ കണ്ടവൻ ജീവിക്കുന്നു, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ എന്നെ അറിഞ്ഞവൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ബൈബിൾ നമ്മൾ വായിച്ച ഭാഗം ഇതാണ്. ദാവീദ് അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും താൻ വീണ്ടെടുത്തു. വേഗത്തിൽ 1-2 കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കും. താൻ അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും തിരിച്ചു പിടിക്കാനുള്ള കാരണം എന്തുകൊണ്ട് തിരിച്ചു പിടിച്ചു? തിരിച്ചു പിടിക്കാനുള്ള ബലം ഈ ദാവീദിന് എനിക്ക് ഇഷ്ടം എന്നാന്നൊരു, ഈ മനുഷ്യൻ ഒരു രാജാവായപ്പോഴും ഒരു രാജ്യം മുഴുവനും കപ്പാസിറ്റി ഉള്ള, സകലത്തെ കീഴ്മേൽ മറിക്കുവാൻ കപ്പാസിറ്റി. ഇന്നും
കപ്പാസിറ്റി ഉള്ള ഒരു രാജ്യം തൻ്റെ കൂടെ നിൽക്കുമ്പോഴും ഈ മനുഷ്യൻ കുതിരകളിലും രഥങ്ങളിലുമല്ല ആശ്രയം. ഇദ്ദേഹം പറയുകയാണ്, അവൻ ഒരു ശത്രു എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ നിർഭയമായിരിക്കും. കാരണം എനിക്ക് അതിനേക്കാൾ സൈന്യം ഉണ്ടെന്നല്ല, ടെക്നോളജി ഉണ്ടെന്നല്ല, കഴിവുണ്ടെന്നല്ല, നീ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഒറ്റപ്പെടലിലും എൻ്റെ ദൈവം കൂടെയുണ്ട്. എൻ്റെ കണ്ണുനീരിലും അവൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് ബോധ്യമുള്ളവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. മരണ യോർദാൻ, ആ പേരിൽ തന്നെ നമുക്കറിയാം, മരണം വിതയ്ക്കുന്ന യോർദാൻ. മരണം ഇന്നലകളിൽ വിതച്ച യോർദാൻ, ഇന്നും വിതയ്ക്കാൻ സാധ്യതയുള്ള അതേ യോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ പിന്നിൽ ഫറവോൻ വരുന്നുണ്ട്. ഈ ഫറവോന്റെയും മരണ യോർദാന്റെയും ഇടയിൽ സാൻഡ്വിച്ച് പോലെ ആയിരിക്കാണ് ഇസ്രായേൽ ജനം. യോശുവ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ, തമ്പുരാനെ സത്യം പറ, നീ ശത്രുവിൻ്റെ കൂടെയാണോ ഞങ്ങളുടെ കൂടെയാണോ? തമ്പുരാൻ പറയുക, ഈ സാൻഡ്വിച്ച് കണ്ടിട്ടാണോ നീ ടെൻഷനാകുന്നത്? ഇത്ര ശത്രു സൈന്യത്തിൽ അമ്മ മുമ്പിൽ ഒഴുകുന്ന കരകവിഞ്ഞൊഴുകുന്ന മരണയോർദാനം കണ്ടിട്ടാണോ നീ പേടിക്കുന്നേ? ഞാൻ ആരുടെ പക്ഷത്തെന്നല്ല, നീ എൻ്റെ പക്ഷത്താണോ എന്നാണ് നിനക്ക് ആവശ്യം. Are you in my side? യോസേഫ് ചോദിച്ചത്, Lord tell us the truth. സത്യം പറയുക. Are you in our side or the side of the enemies? ഞങ്ങളുടെ പക്ഷത്താണോ ശത്രു സൈന്യത്തിൻ്റെ പക്ഷത്താണോ? തമ്പുരാൻ്റെ ചോദ്യം, നീ പറ, നീ എൻ്റെ കൂടെയാണോ? ഇന്ന് രാത്രി തമ്പുരാൻ്റെ കൂടെ നിൽക്കുന്നവന് വേണ്ടി അവൻ നിൽക്കും. ഓ ഹല്ലേലൂയ. ആര് നിന്റെ കൂടെ നിന്നില്ലെങ്കിലും, ആര് നിനക്ക് വേണ്ടി സംസാരിക്കാനില്ലെങ്കിലും, ആര് നിന്റെ കൂടെ ആമേൻ വിടിവിക്കാനില്ലെങ്കിലും, ആമേൻ ഒരിക്കലും തോൽക്കാത്ത മധ്യസ്ഥനായ അഡ്വക്കേറ്റ് നിനക്കായി എഴുന്നേൽക്കും. Come on, അവൻ നിനക്കായി എഴുന്നേൽക്കും. അവൻ നിനക്കായി യുദ്ധം ചെയ്യും. യുദ്ധം യഹോവയ്ക്കുള്ളത്, നിങ്ങൾ മിണ്ടാതിരിപ്പേൻ. ഹല്ലേലൂയ. The Lord will fight for us. ദൈവം ഞങ്ങൾക്ക് യുദ്ധം ചെയ്യും. ഞാൻ നിർഭയനായിരിക്കും. ആ വേർഡ് ഭയങ്കര പവർഫുൾ ആണ്. യുദ്ധത്തിൽ നിർഭയനോ? ദൈവം നിന്റെ കൂടെ ഉണ്ടോ? യുദ്ധം നിർഭയനായിരിക്കും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും, അതാ കൂരിൽ താഴ്വരെ കൂടെ ഞാൻ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഞാൻ അനർത്ഥമല്ല ഭയപ്പെടുന്നത്, അനർത്ഥത്തിലും അനാഥനായി വിടാത്തവനെയാണ്. അനർത്ഥമല്ല ഞാൻ ഭയപ്പെടുന്നത്, അനർത്ഥത്തിലും അനാഥനായി വിടാത്തവനെയാണ്. അവനുമായിട്ടാണ് എൻ്റെ കണക്ഷൻ. ഈ ഒരു ബോധ്യം, ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടോ, നിങ്ങൾ പരാജയപ്പെടുകയില്ല. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, അതിൻ്റെ 4-ാമത്തെ വാക്യം, 4, 6, 8 ഈ 3 വാക്യങ്ങൾ മാത്രം ഒന്ന് വായിച്ച് കമ്പിവാചകങ്ങളിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഒരു 10 മിനിറ്റ്. ഹല്ലേലൂയ. അതിൻ്റെ 4-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. എല്ലാവരും പറഞ്ഞു ഉറക്കെ കരഞ്ഞു. അയ്യോ, നിങ്ങൾ ഉറക്കത്തിൽ കരയും പോലെയാണ്. എല്ലാവരും പറഞ്ഞു ഉറക്കെ കരഞ്ഞു. ആമേൻ. ഈ ഉറക്കെ കരഞ്ഞത് ആരാ? ദാവീദ്. ദാവീദാരാ? ആരാധനാവീരനാണ്. ദാവീദാരാ? എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ച വ്യക്തിയാണ്. ഈ ദാവീദാരാ? കാട്ടിൽ നിന്ന് നാട്ടിലെ രാജാവായി ഉയർത്തപ്പെട്ടവനാണ്. ഇവൻ ആരാ? കാട്ടിലും നാട്ടിലും ഒരുപോലെ ആരാധിക്കാൻ അറിയാവുന്നവനാ. ദാവീദാരാ? ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തവനാണ്. ഇവിടെ ചോദ്യം, ഈ ദാവീദിനും കണ്ണുനീരോ? ആരാധന വീരനായിരിക്കുന്ന ഈ മനുഷ്യനും കണ്ണുനീരോ? മറുപടി, കണ്ണുനീര് വരാ, പക്ഷേ നീ തകരത്തില്ല, നീ തളരത്തില്ല, നീ ഉടഞ്ഞു പോകത്തില്ല. ഇന്ന് രാത്രി ആരോട് ദൈവം പറയുന്നു, ദൈവം അറിയാതെയൊന്നും അല്ല ആ കാറ്റടിച്ചത്, ദൈവം അറിയാതെയൊന്നും അല്ല ആ കണ്ണുനീര് വന്നത്. ഓ, ദൈവം കൈവിട്ടത് കൊണ്ടല്ല നിനക്ക് നീ വഴുതി പോയിണത്. നോ 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 നോ, അങ്ങനെ ചിന്തിക്കരുത്. കണ്ണുനീര് വരാം, വേദന വരാം, പക്ഷെ കണ്ണുനീരിനെ ജലാശയമാക്കി തീർക്കുന്നവൻ,
ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ആത്മാവ് നീ മേൽക്കുമേൽ ബലം പ്രാപിക്കാൻ പോവുകയാണ്. കണ്ണുനീർ താഴെ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം അവൻ എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ മേൽക്കുമേൽ ബലം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നു, കരയുവാൻ ബലമില്ലാതാകുവോളം. ഈ മനുഷ്യൻ കരയാനുള്ള കാര്യം, സിക്ലാക്കിൽ പോയി യുദ്ധം ചെയ്ത് തിരിച്ചു വരുമ്പോൾ തൻ്റെ ഭാര്യയും തൻ്റെ മക്കളെയും തൻ്റെ മാത്രമല്ല ആ യുദ്ധത്തിന് തൻ്റെ കൂടെ പുറപ്പെട്ട സൈന്യത്തിലുള്ള സകല വ്യക്തികൾക്കുള്ള നന്മകളെയും അല്ലെങ്കിൽ തൻ്റെ കുടുംബങ്ങളെ എല്ലാം ശത്രു അപഹരിച്ചുകൊണ്ട്, അമാലിക്കർ അപഹരിച്ചുകൊണ്ട് കടന്നു. ദേശത്തെ തീയിട്ട് നശിപ്പിച്ചു. ദേശത്തെ തീയിട്ട് നശിപ്പിച്ചു. എല്ലാം നഷ്ടം കൊണ്ടുവന്നു. ഇത് വന്ന് കണ്ട ഉടനെ കരയുവാൻ ബലമില്ലാതാകുവോളം, അത് ആ ഭാഗം ഞാൻ അങ്ങനെ വിടുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കരയുവാൻ ബലമില്ലാതാകുവോളം ഉച്ചത്തിൽ കരയുകയാണ്. ഈ കരച്ചിലിന്റെ പേരിന് നമുക്ക് പറയാം നിശബ്ദത. ദൈവം പോലും കൈവിട്ടതുപോലെ, ദൈവം പോലും മറുപടി നൽകാത്തതുപോലെ, ദൈവം പോലും സംസാരിക്കാത്തതുപോലെ കടന്നുപോയ ഒരു നിശബ്ദതയുടെ കാലഘട്ടം. എന്തിന് എനിക്കിങ്ങനത്തെ ഒരു വേദന? എന്തിന് എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരാജയം? എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ? എന്തുകൊണ്ട് ഞാൻ ഇതിന് കാരണക്കാരനായി മാറി? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ വേദന കടന്നു വന്നു? ഞാൻ അതിനു വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. ദൈവത്തിന് വിരോധമായി ഞാൻ നടന്നില്ലല്ലോ. ആർക്കുമില്ലാത്ത വേദനയിൽ കൂടെ നീ കടന്നുപോയെങ്കിൽ ആർക്കുമില്ലാത്ത ജയവും നിനക്ക് വേണ്ടി കടന്നു വരും. ആർക്കുമില്ലാത്ത ഒറ്റപ്പെടലിൽ കൂടെ നീ കടന്നുപോയെങ്കിൽ ആർക്കുമില്ലാത്ത മഹത്വത്തിന്റെ കാലഘട്ടവും, ആർക്കുമില്ലാത്ത മഹത്വത്തിന്റെ കാലഘട്ടവും നിന്റെ മേൽ വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഈ കണ്ണുനീരിന്റെ കാലഘട്ടത്തിൽ ഒരു മഹത്വമുണ്ടെന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് ചോദിച്ച ഒരു ചോദ്യം ഇപ്രകാരം ഉണ്ടായിരുന്നു. യോസഫിന് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രത്തെയും കാണിച്ചു കൊടുത്തു. പക്ഷെ തൊട്ട് മുമ്പിലുണ്ടായിരുന്ന പൊട്ടക്കിണറും പോത്തിഫറിന്റെ ഭവനവും കാരഗൃഹവും ദൈവം കാണിച്ചു കൊടുത്തില്ല. ആമേൻ. ചേട്ടാ, ഇത് കാണിച്ചു കൊടുത്തെങ്കിൽ എന്തെങ്കിലും ഒരു പ്രിക്കോഷൻ എങ്കിലും എടുക്കില്ലായിരുന്നു. അല്ലെങ്കിൽ ഒന്ന് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും പോലെ ആ സൗഖ്യം നടക്കുന്നതിന് മുമ്പ് ചെറിയ ചികിത്സ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു പ്രിവെൻഷൻ, തടുത്ത് നിർത്തുന്ന എന്തെങ്കിലും ഒരു പരിപാടി പുള്ളിക്കാരൻ ചെയ്യില്ലായിരുന്നോ? ബുദ്ധിയോടെ ചിന്തിക്കില്ലായിരുന്നോ? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രത്തെയും കാണിച്ചു കൊടുത്തു. പക്ഷെ നാളെ നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞില്ല, മറ്റന്നുള്ള കാര്യം പറഞ്ഞ. കർത്താവിനോട് പറഞ്ഞ മറുപടി, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ റിവീലിംഗ് ടെമ്പററി തിങ്സ് ആൻഡ് ഡിസപ്പോയിന്റ് യു. താൽക്കാലികമായ കാര്യങ്ങളെ നിനക്ക് വെളിപ്പെടുത്തി നിന്നെ നിരാശപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല. നിലനിൽക്കുന്നതിനെ നിന്നോട് പറഞ്ഞ് നിന്നെ ബലപ്പെടുത്തി നിന്റെ നിശബ്ദതയുടെ താൽക്കാലിക കാലഘട്ടത്തിൽ കാൽ വെച്ച് മുന്നേറാൻ നിത്യമായ വാഗ്ദത്തം മതി. വചനത്തെ പിടിച്ചു നടക്കുന്നവൻ വഴുതി പോകത്തില്ല. വചനത്തിന് ആമേൻ പറയുന്നവൻ തീർന്നു പോകത്തില്ല. വചനത്തെ സ്തോത്രം ചെയ്ത് മുന്നേറുന്നവൻ താൽക്കാലികമായ പ്രതിസന്ധിയിൽ നിന്ന് അവൻ കടക്കും. ഇന്ന് രാത്രിയിൽ താൽക്കാലികമായി കടന്നുകൂടിയിരിക്കുന്ന ചില ഊരാ കുടുക്കുകളെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉടച്ചു കളയുകയാണ്. എങ്ങനെ? നിന്റെ വചനത്തിലുള്ള വിശ്വാസത്താൽ, നിന്റെ വചനത്തിലുള്ള ആശ്രയത്താൽ, നിന്റെ വചനത്തിലുള്ള പ്രത്യാശയാൽ താൽക്കാലികമായ വേദനകളിൽ നിന്ന്, താൽക്കാലികമായ ഒറ്റപ്പെടലുകളിൽ നിന്ന് നീ പുറത്തു വരികയാണ്. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, കരയുവാൻ ബലമില്ലാതാകുവോളം ഈ മനുഷ്യൻ ഉച്ചത്തിൽ കരഞ്ഞു. ഹല്ലേലൂയ. ഇനി 6-ാമത്തെ വാക്യം വായിക്കാം. 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ തൻ്റെ ഹൃദയം താന്താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് ദാവീദിനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ഇനിയൊരു കാര്യം മനസ്സിലാക്കുക, കണ്ണുനീരിന് ചെയ്യാൻ പറ്റാത്തത് നിന്റെ സ്ഥാനത്തിന് ചെയ്യാൻ പറ്റും. കണ്ണുനീരിൽ ഫോക്കസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന, കണ്ണുനീരിൽ മാത്രം കണക്റ്റഡായി നിൽക്കുമ്പോൾ നിനക്ക് കയറി വരാൻ പറ്റാത്ത ഒരു മണ്ഡലമാണ് ഇവിടെ പറയുന്നത്. ബൈബിൾ പറഞ്ഞിരിക്കുകയാണ്, ദാവീദ് വളരെ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്താൻ്റെ പുത്രന്മാരെയും കുറിച്ച് വ്യസനിച്ചു. വ്യസനം, വ്യാകുലത. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുതെന്ന് പറയുന്നതിനെ
ഓപ്പോസിറ്റായി വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞ വാക്കിൽ നിന്ന് കലങ്ങുന്ന അനുഭവം, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, പ്രത്യാശ വയ്ക്കാൻ പറ്റാതെ പ്രതികൂലത്തെക്കുറിച്ച് മാത്രം പറയുന്ന അനുഭവങ്ങൾ. പ്രതികൂലമില്ലാത്തത് കൊണ്ടല്ല, പ്രതികൂലത്തെ പറയാൻ ഇഷ്ടമില്ലാത്തവരായി മാറണം. പ്രതികൂലത്തിനകത്ത് കിടക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഞങ്ങൾ ചർച്ചിൽ സംസാരിച്ച പറയുന്നത്, ബൈബിൾ പറയുകയാണ്, ബലഹീനൻ ബലവാനെന്ന് മതിച്ച് നടക്കട്ടെ. ലെറ്റ് ദ വീക്ക് സേ ഐ ആം സ്ട്രോങ്, ലെറ്റ് ദ വീക്ക് സേ ഐ ആം വീക്ക് എന്നല്ലേ പറയണ്ടേ? ആമേൻ. ബലഹീനൻ എന്ന് പറ, സത്യം പറ, ദരിദ്രൻ എന്ന് പറ എന്ന് അങ്ങനെയല്ലേ പറയണ്ടേ? നോ, ആത്മാവിനെ നിറവിൽ അഭിഷിക്തൻ വിളിച്ചു പറയുക, ബലഹീനൻ ബലവാനെന്ന് പറയണം. ആമേൻ. ദരിദ്രൻ ധനവാനെന്ന് പറയണം. അതിൻ്റെ അർത്ഥം എന്തോ, അയ്യോ കള്ളം പറയണോ എന്നല്ല. നോ നോ നോ, നീ പറഞ്ഞ് അതിൻ്റെ അർത്ഥം നീ ദൈവത്തിലുള്ള ആശ്രയമാണ് നീ പറയുന്നത്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നെ നടത്താൻ ശക്തിയുള്ളവൻ ജീവിക്കുന്നു എന്നാണ് നീ പറയുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം ഈ പൗലോസ് എഴുതുമ്പോൾ കൈയും കാലും ആമത്തിൽ കാരാഗൃഹത്തിനകത്ത് ഇരുമ്പടിക്കകത്ത് കിടക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ എഴുതുന്ന വെളിപ്പാട് എത്ര ഭയങ്കരമാണെന്നറിയോ? എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18 പോലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. എൻ്റെ വിഷയമല്ല, നിങ്ങൾ ഇന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് വിടുമോ? ഈ മനുഷ്യൻ, ഈ ഇദ്ദേഹത്തിന് പകരം നമ്മുടെ കയ്യിലാണ് ഒരു 5 പേപ്പർ ജയിൽ വാടാൻ തന്നെങ്കിൽ 1-ാമത്തെ പേജിൽ ജയിലിൻ്റെ പടം വരച്ചേനെ നമ്മൾ. ഇത്ര വലിയ കമ്പിക്കകത്താണ് ഞാൻ കിടക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലേ? ഞാൻ ആകെപ്പാടെ കണ്ടിട്ടുള്ള കമ്പി അടി എന്ന് പറയുന്നത് ജനലാണ്. അതിൽ കൂടെ വല്ലപ്പോഴൊക്കെ തുറന്ന് നോക്കാറുണ്ടല്ലേ. പക്ഷേ ഈ മനുഷ്യൻ നമ്മളായിരുന്നെങ്കിൽ പടമൊക്കെ വരച്ച് 2-ാമത്തെ പേജിൽ എഴുതിയതിനെ ഒരു ആഹാരവും ഇല്ല. നിങ്ങളൊക്കെ നല്ല ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ ഇവിടെ ഗോതമ്പുണ്ടേ ഞാൻ കഴിക്കുന്നത്. 3-ാമത്തെ പേജിൽ എഴുതിയതിനെ ഭയങ്കര നാറ്റം അതിനകത്ത്. വിഷയത്തെ വലുതാക്കിയും ചെറുതാക്കിയും ഉയർത്തി നാട്ടുകാരെ കാണിപ്പിച്ചു. 4-ാമത്തെ പേജിൽ എഴുതിയതിനെ ആരെങ്കിലും കൈയും കാലം പിടിച്ചെന്ത് ചെയ്യണം, എന്നെ പുറത്തെടുക്കണം. 5-ാമത്തെ പേജിൽ എഴുതിയതിനെ കുറച്ച് ഓഫറിങ് എടുത്ത് ഇങ്ങോട്ട് അയച്ചെന്ന്. സഹതാപമായിട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ? ബസ്സിന് വേണ്ടി അടി കിട്ടി കുറച്ച് കാശ് ഇങ്ങോട്ട് അയക്കാൻ. അങ്ങനെ ചില നാണം കെട്ട പോസ്റ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു കഴിഞ്ഞ നാളുകൾ. ക്രിസ്തുവിന് വേണ്ടി വടക്കേ ഇന്ത്യയിൽ തല്ല് കിട്ടി, അക്കൗണ്ട് ഡീറ്റെയിൽസ്. അത് വേറൊരു ഭാഗം. നോ, ഞാൻ ഈ പറഞ്ഞത്, ഈ മനുഷ്യൻ അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിനകത്ത് കിടന്നപ്പോൾ തൻ്റെ കയ്യിൽ പേപ്പർ വന്നപ്പോൾ അത് ലേഖനമായി മാറുകയാണ്. ഇല്ലായ്മയ്ക്കകത്ത് കിടന്നിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. സ്തോത്രം. ഈ മനുഷ്യൻ പറയുക, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും അത്യന്തം മീതെ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഞാൻ ഇരിക്കുക. സ്ഥാനത്തെ തിരിച്ചറിയുന്നവനല്ലേ അത് പറയാൻ പറ്റൂ. സ്ഥിതി അറിയുന്നവന് പറയാൻ പറ്റില്ലല്ലോ. സ്ഥിതിയെക്കുറിച്ച് പറയുന്നവനത് പറയാൻ പറ്റത്തില്ല. സ്ഥാനത്തെക്കുറിച്ച് വെളിപ്പാടുള്ളവൻ പറയും, പ്രതികൂലത്തിനകത്തല്ല ഞാൻ ഇരിക്കുന്നത്, ക്രിസ്തുവിനോടൊപ്പം സ്വർഗീയ സ്ഥാനങ്ങളിൽ ഞാൻ ഇരിക്കുന്നു. കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ചാണ്. ഇതാണ്, this is what you need to discover. ഇതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. നീ ആര്, നിന്റെ സ്ഥാനം എന്ത്? ഹല്ലേലൂയ. ഇവിടെ കരയുവാൻ ബലമില്ലാതോളം എല്ലാവരും കരഞ്ഞു. സത്യം, കരയാൻ ഈ മുള്ളിക്കാരനും കരഞ്ഞില്ല എന്നല്ല. പക്ഷേ ദാവീദ് എന്ത് ചെയ്യുന്ന, ഒരു 6-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം പറഞ്ഞിരിക്കുന്നു, എന്നാൽ ദാവീദു തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഓ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നതിനുള്ള നോക്കി പറ, ധൈര്യപ്പെടാം. ചേട്ടാ, ദൈവം ധൈര്യപ്പെടുത്തി എന്നല്ല പറഞ്ഞിരിക്കുന്നേ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു പ്രവാചകൻ വന്ന് തലയ്ക്ക് വെച്ച് ധൈര്യപ്പെട്ടോ കേട്ടോ സമയമായി എന്നല്ല പറഞ്ഞേ. ദാവീദ് ധൈര്യപ്പെട്ടെന്ന. എവിടെ ഇരുന്ന് ധൈര്യപ്പെട്ടെ? തൊട്ടപ്പുറത്ത് നിന്ന് വിലപിച്ചിരിക്കുന്നവന്റെ നടുവിൽ. സ്തോത്രം. ആമേൻ. ഇന്നലകളിലെ തകർച്ചകളെ കോർത്ത് വിലപിക്കുന്നവന്റെ ഇടയിലിരുന്നു കൊണ്ട് ഒരുവൻ ആമേൻ പല ഉയർത്തി പറയാണ്, ഞാൻ ധൈര്യപ്പെടുന്നു, ഞാൻ ധൈര്യപ്പെടുന്നു, ഞാൻ ധൈര്യപ്പെടുന്നു, ധൈര്യപ്പെടുന്നു, ഞാൻ ധൈര്യപ്പെടുന്നു, ഞാൻ ധൈര്യപ്പെടുന്നു. ആമേൻ. ഇന്നലകളിൽ ഈ വിഷയത്തിനകത്ത് കുടുങ്ങിപ്പോയവരുടെ മധ്യത്തിൽ ഇരുന്നിട്ട് പല ഉയർത്തി പറയാൻ, ഞാൻ ധൈര്യപ്പെടുന്നു, എന്റെ ദൈവമായ യഹോവയിൽ ഞാൻ ശക്തിപ്പെടുന്നു. ഹല്ലേലൂയ. ധൈര്യപ്പെട്ടു. തന്റെ ദൈവമായ യഹോവയിൽ താൻ ധൈര്യപ്പെട്ടു. ഇതിനകത്ത് എനിക്ക് മനസ്സിലായത്, കണ്ണുനീര് ഫോക്കസ് ചെയ്തവൻ വീണ്ടും കണ്ണുനീരിലിരുന്ന് കൊല്ലണമെന്ന് തീരുമാനിച്ചപ്പോൾ, ഹല്ലേലൂയ, കർത്താവിൽ ധൈര്യപ്പെട്ടവൻ ആമേൻ ഹല്ലേലൂയ തീർന്നെന്നല്ല പറഞ്ഞത്. നോ നോ നോ, ഞാൻ അത്ഭുതങ്ങൾ കാണാൻ തയ്യാറാണ്. സ്തോത്രം.
കണ്ണുനീരിൽ ഫോക്കസ് ചെയ്യുന്നവൻ കൊല്ലാമെന്ന് തീരുമാനിച്ചപ്പോൾ കർത്താവിൽ ഫോക്കസ് ചെയ്തവൻ അവൻ എഴുന്നേൽക്കാൻ തുടങ്ങി. ആമേൻ. അതിന്റെ 8ാമത്തെ വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാം. 8ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നു, എന്നാറേ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും എന്ന് ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ദാവീദ് പറഞ്ഞെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. സ്തോത്രമില്ല. ഈ മനുഷ്യൻ പറഞ്ഞ് ദൈവത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ശത്രു സകലത്തെയും അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ, എല്ലാവരും കണ്ണുനീരിലായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ ശക്തിപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, ദൈവം പറഞ്ഞില്ല മോനെ നീ സകലം തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി, കണ്ണുനീരിൽ ഫോക്കസ് മാറി കർത്താവിൽ ഫോക്കസ് ചെയ്തപ്പോൾ കർത്താവ് തൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണിനെ തുറന്നിട്ട് പറഞ്ഞു, നീ പരാജയപ്പെട്ടവനല്ല, നീ തിരിച്ചു പിടിക്കുന്നവനാണ്. നീ കണ്ണുനീരിനകത്ത് കുടുങ്ങിപ്പോകുന്നവനല്ല, സകലത്തെ തിരിച്ചു പിടിക്കുവാൻ ബലമുള്ളവനാണ്, തിരിച്ചു പിടിക്കുവാൻ അഭിഷേകമുള്ളവരാണ്, സകലത്തെ തിരിച്ചു പിടിക്കുവാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. കമോൺ, സകലത്തെ തിരിച്ചു പിടിക്കുവാൻ നിയോഗമുള്ളവനാണ് നീ എന്ന്. ക്രിസ്തുവിൽ നീ ബലപ്പെടുമ്പോൾ നിന്റെ ആത്മാവോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ നിന്റെ കാതുകൾ തുറക്കപ്പെടുകയാണ്. ഞാൻ പറഞ്ഞത്, ദൈവം തന്നോട് പറഞ്ഞിട്ടല്ല താൻ സംസാരിക്കുന്നത്, താൻ സംസാരിച്ച് ദൈവത്തെ കൊണ്ട് പറയിപ്പിക്കുക. ഓ ഹല്ലേലൂയ. ദൈവത്തിൽ താൻ ശക്തിപ്പെട്ടപ്പോൾ തനിക്ക് മനസ്സിലായി, അയ്യോ ഞാൻ തോറ്റവനല്ല, ഞാൻ ജയിച്ചവനാണ്. പരാജയത്തിനകത്തല്ല, പരാജയത്തിൽ അല്ല, ഞാൻ ജയത്തിൽ വാഴുകയാണ്. കമോൺ, താൻ പറയാൻ തുടങ്ങി. ആമേൻ. ബൈബിൾ പറഞ്ഞിരിക്കുന്നു, അമാലേക്യർ അപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും താൻ വീണ്ടെടുത്തു. നമ്മൾ എന്താ തിരിച്ചറിയേണ്ടത്? ക്രിസ്തുവിൽ ഞാൻ ആരാ? ഞാൻ ഈ പറഞ്ഞത്, ദാവീദിന് പഴയ നിയമത്തിൽ ശത്രു അപഹരിച്ചു കൊണ്ടുപോയത് മുഴുവനും തിരിച്ചു പിടിക്കാൻ പറ്റിയെങ്കിൽ, യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട എനിക്കും നിങ്ങൾക്ക്, സ്വോത്രം, അതിനാ പവർ. ഒറ്റ കമ്പി വാചകത്തിൽ പറഞ്ഞെങ്കിലും അതിനാണ് ശക്തി. ആമേൻ. പഴയ നിയമത്തിൽ ഹല്ലേലൂയ വചനം ദുർലഭമായിരുന്ന കാലഘട്ടത്തിൽ ഹല്ലേലൂയ വംശമായി ഭാഗമായി അവിടെ ഇവിടെയൊക്കെ വെളിപ്പെട്ടു വന്ന സമയത്ത് ഒരു മനുഷ്യനെ തിരിച്ചു പിടിക്കുവാൻ തൻ്റെ അകത്തലങ്ങളെ ദൈവം കണ്ണു തുറന്നു കൊടുത്തെങ്കിൽ, ക്രിസ്തുവിൽ വാഴുന്ന, ക്രിസ്തുവിൽ ജീവിക്കുന്ന, ജയത്തിൽ വാഴുന്ന നിനക്ക് നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. സകലത്തെയും ദാവീദ് തിരിച്ചു പിടിച്ചു. എങ്ങനെ? താൻ ദൈവത്തിൽ താൻ ആരെന്നുള്ള തിരിച്ചറിവിനാൽ. രാത്രി ധൈര്യത്തോടെ പറയുക, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എൻ്റെ ഉള്ളിൽ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശ, എല്ലാവരും പറഞ്ഞ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിൽ. പഴയ നിയമത്തിൽ ദാവീദിന് മുമ്പാകെ ഒരു മതിൽ കെട്ടിയിട്ട് നിന്റെ ഉയർച്ച എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പിശാച് പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, ഞാൻ എൻ്റെ ദൈവത്താൽ മതിൽ ചാടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്റ്റേറ്റ്മെന്റ്സുകൾ. ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. താൻ പറയുക, ഞാൻ ഇതിൻ്റെ മേൽ ചാടിക്കയറും. ഹല്ലേലൂയ. യോശുവ എടുത്ത് പറയുക, യോശുവേ നിനക്ക് മുമ്പാകെ എരിഹോ മതിൽ ഞാൻ പണിയുകയാണ്. യോശുവ പറയും, ഞാൻ സ്തുതിച്ച് പൊട്ടിക്കും, സ്തുതിച്ച് പരാജയപ്പെടുത്തി കളയും. അതേ പിശാച് വന്ന് പൊട്ടക്കിണറ്റിനകത്ത് ആരെ കൊണ്ടിട്ടു? യോസഫിനെ കൊണ്ടിട്ടിട്ട് പറയുകയാണ്, യോസഫേ പൊട്ടക്കിണറ്റിനകത്ത് നീ കിടന്ന് ഇല്ലാണ്ടായി പോവാ, 4 ഭാഗത്തും ചുമരാ. യോസഫ് പറയും, ഞാൻ ആരെന്നറിയോ? ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. എൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുകയാണ്. എനിക്ക് പടരാൻ അറിയാം, പടർന്ന് കയറാൻ അറിയാം. കമോൺ, പടർന്ന് കയറാൻ അറിയാം. പഴയ നിയമത്തിൽ ദാവീദിന് ചാടിക്കടക്കാനും യോസഫയ്ക്ക് സ്തുതിച്ച് തകർക്കാനും യോസഫിന് പടർന്നു കയറാനും പറ്റുമെങ്കിൽ, ക്രിസ്തുവിൽ വാഴുന്ന നിനക്ക്, ക്രിസ്തുവിൽ ജയാളിയായി തീരുന്ന നിനക്ക്, യേശുവിന്റെ രക്തത്തിന്റെ വിലയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നിന്നെ പകർക്കുവാൻ പിശാചിന് കഴിയുകയില്ല. ഇന്ന് രാത്രി ഇത് തിരിച്ചറിഞ്ഞവർ ചില നിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചേ.
ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി എത്ര പേര് തിരിച്ചു പിടിക്കാൻ തയ്യാറാണ്? ശത്രു അപഹരിച്ച സന്തോഷത്തെ, അപഹരിച്ച ആനന്ദത്തെ, അപഹരിച്ച സമാധാനത്തെ, ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാൻ തയ്യാറുള്ളവർ കൈ ഉയർത്തിയേ. അവർ മാത്രം ചാടി എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1-2 മിനിറ്റുകൾ ശബ്ദമുയർത്തി. ഇന്ന് രാത്രി ഞാൻ അതിനെ തിരിച്ചു പിടിക്കാൻ പോവാം. ഒരു പക്ഷേ ശരീരത്തിൽ രോഗമായിരിക്കാം, പ്രയാസമായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ അതിനെ തിരിച്ചു പിടിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു കരമുയർത്തി കർത്താവിനെ ചോദിച്ചു. ജനക ഇന്ന് രാത്രി ഈ ഉയർത്തിയ കരങ്ങളെ കർത്താവ് തൊടുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ താഴ്ത്തിയിടാം, കരങ്ങൾ താഴ്ത്തിയിടാം, കരങ്ങൾ താഴ്ത്തിയിടാം. ഹല്ലേലൂയ. ഭയങ്കര ഒരു അസാധാരണമായ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. വലത് കാലിന്റെ ഹിപ്പ് മുതൽ ഈ ഇടുപ്പ് മുതൽ താഴെ വരെ വലത് കാൽ ഒരു കൊളുത്തിട്ട് പിടിക്കുന്നത് പോലെ വേദനയുള്ള ഒരു വ്യക്തി ഇതിനകത്തുണ്ട്. അമ്മച്ചിയെ തൊടുന്ന കർത്താവ് പിടിച്ചോ. സൗഖ്യം, സൗഖ്യം നടക്കുന്നു, സൗഖ്യം. ശക്തി അടിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ശക്തി തൊടുന്നു. സൗഖ്യമാകാം. യേശുവിന്റെ നാമത്തിൽ ആ ഇടുപ്പ് മുതൽ ആ കാലിലെ പാദം വരെ ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അത് ചെയ്തതിനായി നന്ദി പറയുന്നു. കമോൺ, എല്ലാവരും കർത്താവിനെ ശ്രദ്ധിച്ചേ. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ഒരു ശാരീരികമായ സൗഖ്യമല്ല, ആന്തരികമായ മുറിവുകൾ കിട്ടണമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മേൽ ആ സൗഖ്യം വ്യാപരിക്കുന്നു. സമാധാനമില്ല, ഒന്ന് ചിരിക്കാൻ പറ്റുന്നില്ല, പൊട്ടിക്കരണമെന്ന് എനിക്ക് തോന്നുകയാണ്, ഉറക്കം ലഭിക്കുന്നില്ല. ഏതൊക്കെ രാത്രികളിൽ പലപ്പോഴും ജനലുകൾ തുറന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ. രാത്രി ഇങ്ങനത്തെ ചില അനുഭവങ്ങളിൽ കൂടെ എന്തോ രൂപങ്ങൾ, തൻ്റെ റൗണ്ട് പോലത്തെ രൂപങ്ങൾ തൻ്റെ അടുത്തേക്ക് വരുന്നത് പോലത്തെ അനുഭവങ്ങൾ, അതെല്ലാം വിട്ടുമാറുകയാണ്. ആരും ഞാൻ കൈ ഉയർത്താനെന്ന് പറയുന്നില്ല. ഈ വിഷയങ്ങളുള്ള വ്യക്തികളുടെ മേൽ ഭയങ്കര ജീവൻ വ്യാപരിക്കുന്നു. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ സൗഖ്യമാക്കുകയാണ്. യേശു നിന്നെ ചികിത്സിക്കുകയാണ്. നീ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഈ കുഞ്ഞു മീറ്റിങ്ങിനകത്ത്, ഈ ഗ്രാമത്തിൽ ഉണർവിനകത്ത്, നിന്റെ ഭവനത്തിൽ ഉണർവ് നടക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ ഉണർവ് നടക്കുകയാണ്. ഇതിനകത്തൊരു 5.6 ഏകദേശം 5.5 വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന 5.5 വർഷം കൊണ്ട് അനുഭവിക്കുന്ന ഒരു വിഷയമായി, ഒരു പക്ഷെ കേസാകാം. 5.5 വർഷം അതാ എന്നോട് അങ്ങനെ തന്നെ എന്താവും. 5.5 വർഷം 5.6 5 years and 6 months പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. യേശു ഇടപെടുന്നു. ഓ ജീസസ്, സ്വതന്ത്രം ചെയ്തേ. 5 സെക്കൻഡ് പോലും എടുക്കുന്നില്ല. ഇത് കണ്ട മിസ്രൈമ്യർ ഇനിമേൽ കാണത്തില്ല. കർത്താവിനോട് പറയുന്നൊരു വേർഡ് ഇതാണ്, സങ്കീർത്തനം 37:10. കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കും, പിന്നെ കാണുകയില്ല. അന്യ കർത്താവിനോട് ആ വചനം അങ്ങനെ തന്നെ പറയുന്നു. നീ മിണ്ടാതിരിക്കുക, യുദ്ധം യഹോവയ്ക്കുള്ളത്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയവൻ താങ്കൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട് കേട്ടോ. സർവ്വജനം നോക്കി നിൽക്കുക, വീരന്മാരുടെ മധ്യത്തിൽ എൻ്റെ ദൈവം എനിക്കായി ഇറങ്ങി. അങ്ങനെ തന്നെ സംഭവിക്കും. ഇതിനകത്ത് ഈ ദൂത് നിങ്ങൾ ഏറ്റെടുത്തോണം. അടുത്ത മാസം ഞാനിവിടെ നിൽക്കുമ്പോൾ വളരെ പ്രോഫറ്റിക്കൽ ഈ വേർഡ് എന്നോട് പറയുകയാണ്. ജൂൺ മാസം ആത്മാവിന്റെ ചില ഇടപെടലുകൾ നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് വെളിപ്പെടും. നിങ്ങൾ സാക്ഷ്യങ്ങൾ പറയുമെന്നല്ല, നിങ്ങളെ സാക്ഷ്യം പറയിപ്പിക്കും. ആ ഇടപെടലുകൾ, ആത്മാവ് ചില കൂട്ടിമുട്ടലുകൾ, പരിശുദ്ധാത്മാവുമായ ചില എൻകൗണ്ടറുകൾ നിങ്ങളെ സാക്ഷ്യമായി മാറ്റും.
മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, 6-ാം മാസം, യെസ് 6-ാം മാസം നസറേത്തിലെ ഗ്രാമത്തിൽ, അവിടെയും ഗ്രാമം, 6-ാം മാസം നസറേത്തിലൊരു ഗ്രാമത്തിൽ ആരും അറിയാതെ, ആരാലും അറിയപ്പെടാതെ ഒരു സഹോദരിയായ മറിയുടെ അടുത്ത് ദൂതൻ അയക്കപ്പെട്ടു. 6-ാം മാസം, ശ്രദ്ധിക്കുക, 6-ാം മാസം ദൂതൻ നസറേത്തിലെ ഗ്രാമത്തിൽ വെളിപ്പെട്ടു. വിശ്വസിക്കാൻ ധൈര്യമുണ്ടോ? 6-ാം മാസം, ജൂൺ മാസം, അടുത്ത മാസം ദൂതന്മാർ ഇറങ്ങുന്നു. നിന്റെ ഭവനത്തിൽ, നിന്റെ വിഷയങ്ങളിൽ നീ പരാജയപ്പെട്ടത് നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് നീ ചിന്തിക്കുന്നിടത്ത് ദൂതൻ ഇറങ്ങുകയാണ്. ദൂതൻ ദൂതൻ ഇറങ്ങുന്നു. ഓ, ദൂതൻ ഇറങ്ങുന്നു. ദൂതൻ ഇറങ്ങിയാൽ ദൂത് വെളിപ്പെടുക. ദൂതൻ ഇറങ്ങിയാൽ ദൂതനെ ചുമ്മാതെ ദൈവം അയക്കത്തില്ല. ദൂതുവാഹിയാണ്. ദൂത് നിനക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ദൂതുമായി ദൂതനെ ദൈവം അയക്കുകയാണ്. ഓ, ഗുഡ് ഗ്ലാഡ് ടൈഡിങ്സ്, നല്ല വാർത്ത, നല്ല വാർത്ത നീ കേൾക്കാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആ വാക്കിനെ ഞാൻ പ്രവചിക്കുന്നു. നല്ല വാർത്ത, നല്ല വാർത്ത. നീ കേട്ട വാർത്തകളുടെ സ്വഭാവം മാറാൻ പോവുകയാണ്. കാക്കയുടെ സ്വഭാവം മാറിയതുപോലെ, സിംഹക്കൂട്ടിനകത്ത് സിംഹത്തിന്റെ സ്വഭാവം മാറിയതുപോലെ, അഗ്നി ചൂളക്കകത്ത് അഗ്നിയുടെ സ്വഭാവം മാറിയതുപോലെ, നീ കേട്ട വാർത്തകളുടെ സ്വഭാവം ദൂതൻ പിരിക്കുകയാണ്. ദൂതൻ പിരിക്കുകയാണ്. ദൂതൻ ഇറങ്ങുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ കർത്താവേ, അങ്ങ് പറഞ്ഞ വചനത്തെ ഇവിടെ ആയിരിക്കുന്ന സകലരുടെ മേലെ ഞാൻ പ്രവചിക്കുന്നു. അങ്ങനെ തന്നെയാകട്ടെ, നന്മയാകട്ടെ, സകലത്തെ തിരിച്ചു പിടിക്കുവാനുള്ള ദൈവകൃപ, ആ ശക്തി അവിടുത്തെ ജനത്തിന് മേൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് അത് ചെയ്തതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ ഗ്രാമത്തിൽ അത് സംഭവിച്ചതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ ഭവനങ്ങളിൽ ഓരോ വ്യക്തികളിലും അത് സംഭവിച്ചതിനായി സ്തോത്രം. മാനവും മഹത്വവും കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. പകർന്ന വിടുതലുകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ.